നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ റോഡിൽ ഓയിൽ ഒഴുകി പരന്നതിനെ തുടർന്നുണ്ടായ അപകട ഭീഷണി അധികൃതരും ജനപ്രതിനിധികളും ഇടപെട്ട് ഒഴിവാക്കി. റോഡിൽ ഓയിൽ വീണത് ശ്രദ്ധിക്കാതെ എത്തിയ നിരവധി ബൈക്ക് യാത്രക്കാരാണ് ഇവിടെ തെന്നി വീണത്. ഏതോ വാഹനത്തിൽ നിന്നും അശ്രദ്ധമായി ഒഴുകിപ്പോയ ഓയിൽ റോഡിൽ പരന്നതോടെ പ്രദേശം വഴുക്കലുള്ളതാവുകയും വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയുമായിരുന്നു. റോഡ് അപകടക്കെണിയായ വിവരം അറിഞ്ഞ ഉടൻ തന്നെ പ്രദേശത്തെ ജനപ്രതിനിധികളും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. പുതുക്കാട് അഗ്നിരക്ഷാസേനയുടെ നേതൃത്വത്തിൽ റോഡിലെ ഓയിൽ അംശം നീക്കം ചെയ്യാനുള്ള നടപടികൾ നടത്തി. മുൻ പഞ്ചായത്ത് അംഗം സെബി കൊടിയൻ, പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ജോളി ചുക്കരി, ജോബി മധുരക്കറി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. റോഡിൽ സോപ്പ് പൊടിയിട്ട് വെള്ളമടിച്ച് കഴുകി വൃത്തിയാക്കിയതോടെയാണ് വഴുക്കൽ പൂർണ്ണമായും മാറിയത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റോഡ് വീണ്ടും സുരക്ഷിതമായ ഗതാഗതത്തിന് യോഗ്യമാക്കി മാറ്റി. കടമ്പോട് പാമ്പുകടിയേറ്റ് മരിച്ച കാവുങ്ങൽ അൽജോയുടെ വീട്ടിൽ തുടരെ പാമ്പുകളെ കണ്ടതിനെ തുടർന്ന് വിദഗ്ധരെത്തി പരിശോധന നടത്തി. വീടിന്റെ കിടപ്പുമുറിയിലെ ടോയ്ലറ്റിന്റെ ചുമരിനോട് ചേർന്ന് കണ്ട വിള്ളലിനുള്ളിൽ പാമ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന നിഗമനത്തിൽ ടോയ്ലറ്റിലെ ടൈലുകൾ ഇളക്കിയും വീടിന്റെ തറയിളക്കിയുമാണ് പരിശോധന നടത്തിയത്. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ ജോബി ജോസഫ്, സർപ്പ ടീം ലീഡർ ജോജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പുകൾക്കായി തിരച്ചിൽ നടത്തിയത്. രാവിലെ 8:30ക്കാണ് പരിശോധന ആരംഭിച്ചത്. 2.5 മണിക്കൂർ തിരച്ചിൽ നടത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തറ കൂടുതൽ ഇളക്കിയാൽ വീടിന് അപകടം സംഭവിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പരിശോധന 11ഓടെ അവസാനിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമായി 2 പാമ്പുകളെ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു. ഇതുവരെ ആകെ 5 പാമ്പുകളെയാണ് വീടിനകത്ത് കണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് കടമ്പോട് കാവുങ്ങൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മക്കളായ 8 വയസ്സുകാരൻ ആൽജോയെയും ചേട്ടൻ അനോഷിനെയും കിടപ്പുമുറിയിൽ വെച്ച് ശംഖുവരേൻ ഇനത്തിൽപ്പെട്ട പാമ്പ് കടിച്ചത്. ആൽജോ അന്ന് തന്നെ മരിച്ചു. ചികിത്സയിലുള്ള അനോഷ് സുഖം പ്രാപിച്ചു വരുന്നു. ട്രാപ്പിൻ്റെ ഇന്നലെ തൊട്ട് ടീം വന്ന് നോക്കിയപ്പോൾ ട്രാപ്പിൻ്റെ സൈഡിലാണ് കണ്ടത്. ഇന്ന് രാവിലെ നമ്മൾ ചെന്ന് അവിടെ നിന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ചെറിയൊരു ഗ്യാപ്പ്, അത് ട്രാപ്പിൻ്റെ ഉള്ളിലല്ല, ട്രാപ്പിൻ്റെ ഔട്ടറിലായിട്ട് ഗ്യാപ്പുണ്ട്, സിമെൻറ്റിൻ്റെ ആ ഗ്യാപ്പിൽ. നമ്മളവിടെ പതുക്കെ അവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റി നമ്മൾ വെള്ളം അവിടെ നിന്ന് വെച്ച് നോക്കിയപ്പോൾ നേരെ ഇടയ്ക്ക് വീഴുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാവാൻ സാധ്യത, അല്ലാതെ വേറൊരു സാധ്യതയും നമുക്ക് കാണുന്നില്ല. കടുത്ത ചൂടിൽ വലഞ്ഞ് കേരളം. 2024 ശേഷം ആദ്യമായി കേരളത്തിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. അടുത്ത 2-3 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരുമെന്നും പാലക്കാടും കൊല്ലത്തും കഠിനമായ ചൂട് അനുഭവപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഈ മാസം 26-ന് ശേഷം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. എങ്കിലും മെയ് മാസവും ചൂട് കാരണം കഠിനമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടാണ്. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 41 ഡിഗ്രി വരെയും, കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് സാധാരണയേക്കാൾ 4 മുതൽ 5 ഡിഗ്രി വരെ കൂടുതലാണ്. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,020 രൂപയും പവന് 1,12,160 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.